ലക്ഷ്മി മാഷിന്റെ ലക്ഷ്മി എന്ന് വിളിക്കുന്നത് അയാളെങ്ങനെ കേട്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അയാൾ നിന്നെ പറപ്പിക്കും. ഞാൻ വിചാരിച്ച അയാൾക്കറിയായിരിക്കും. മുത്തേ ഇതെന്താടാ? എന്റെ നൈദാസേ, ഇത് ഞാൻ ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളതാ. ഇത് പെണ്ണുങ്ങൾക്ക് ശക്തി കൊടുക്കാനുള്ള മരുന്നാ. ഒന്ന് വീതം 2 നേരം കഴിക്കണം. മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും. നിന്റെ ആടാ സത്യം, ഞാൻ എന്റെ ചേച്ചിയോട് ചോദിച്ചതാ, അവളൊന്നും പറഞ്ഞടാ. എടാ ഞാനും ഇന്നലെ ടി വി കണ്ടടാ. ഇത് വെച്ചിട്ട് ഏത് ചേച്ചിക്ക് ചിറകൊക്കെ വന്നു. എന്ത് പരിപാടിയാലേ. ഈ പെണ്ണുങ്ങൾക്ക് മാത്രം ശക്തി കൂട്ടണമായിരുന്നു, നമുക്കൊന്നുമില്ല. എടാ മണ്ട, അതൊന്നും അല്ല. ആ മുത്ത് വെറുതെ തള്ളണതാ. പിന്നെ നിനക്കതെന്താണെന്നറിയോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. അത് പറ. പൈപ്പിലെ വെള്ളം തീരും. അല്ലെങ്കിൽ കിണറ്റിന്ന് പോരേണ്ടി വരും. കഴിക്കാൻ പോവാ. അതൊക്കെ മതി, നീ വാ. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്തവരുടെ കാര്യം ഫിസിക്സ്. ഓ തരകാജം. ആ പെണ്ണുമ്പിള്ളനെ കാണാൻ എനിക്ക് കല്യാണം. ഹായ് ഇന്ദു, കവിത കലക്കി കേട്ടോ. താങ്ക് യു. ഇന്തെന്ത് രസമായിട്ട് കവിതകളാണ്, പാട്ട് പാടുന്ന പോലെ ഉണ്ട്. എനിക്ക് കവിതയെക്കാളും കൂടുതൽ ഇഷ്ടം കഥയും നോവലും. എനിക്കും എനിക്കും അതെ. എന്തുറ്റി നശിപ്പിച്ച് സമാധാനമായല്ലോ. ഞാനെന്ത് ചെയ്യാനാ, കുറച്ചും കൂടെ ഒക്കെ ധൈര്യം വേണം. പിടിച്ചേ വാ പോവാ. പ്രേമിക്കാൻ നടക്കുന്ന നാറി. എടാ വേഗം പാടാ, പഫ്സ് ചൂടാറുന്നതിന് മുമ്പ് ബേക്കറി എത്തണം. കുഴപ്പമില്ലടാ, നമുക്ക് ചൂടാക്കാം. പഴയ പോലെ ഓടാ വയ്യടാ. എടാ ചെല്ലടാ. പോയിട്ട് ഞാൻ എന്താ പറയാ? അവളല്ലേ പറഞ്ഞ അവൾക്ക് നോവലൊക്കെ ഇഷ്ടാന്ന്. ഈ വയസ്സ് ഏതെങ്കിലും നോവലിനെ പറ്റി പോയി പറടാ. എനിക്ക് നോവലൊന്നും അറിഞ്ഞൂടാ. എന്ത് കുന്തെങ്കിലും പോയി പറ. പോ. ഇന്ദു, എന്താ ആദർശ് മാധവൻ? അത് പിന്നെ ഇന്ദുവിന് ഇഷ്ടപ്പെട്ട നോവൽ ഏതായിരുന്നു? ആദർശ് നോവലൊക്കെ വായിക്കാറുണ്ടോ? പിന്നെ നോവൽ, ചെറുകഥകൾ, കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ, അപ്പോ ആദ്യത്തിനും രാധയും മറ്റു ചിലരും അതൊക്കെ വായിച്ചിട്ടുണ്ടോ? അതാരാ? എം മുകുന്ദന്റെ ആദ്യത്തിനും രാധയും മറ്റു ഓ ചിലരും. ഇല്ലില്ല, അത് മാത്രം വായിച്ചിട്ടില്ല. നമ്മുടെ പഞ്ചായത്ത് ലൈബ്രറിയിൽ ഉണ്ടല്ലോ, ഞാൻ അവിടുന്ന് ബുക്കൊക്കെ എടുക്കാറ്. ആദർശിനോട് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടോ? പിന്നെ എന്തായാലും ആദർശ് ഉടനെ തന്നെ വായിക്കണം കേട്ടോ. നാളെ തന്നെ വായിക്കാം. ശരി. നടുപ്പേജ് നോക്കണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ചേട്ടാ 2 ബൂമർ. ഇന്നാ ചേട്ടാ, എന്താ സിനിമാ മംഗളം എവിടെ? ഞാനത് തൂക്കി വിറ്റു. അല്ലേട്ടാ, പഴയതാണെങ്കിലും കുഴപ്പമില്ല. ചെക്കന്മാർ സ്ഥിരാന്നേ. ഒടിഞ്ഞു പോയോളൂ. ഇത് കാലനല്ലേ. എന്തിനാ ഇത്ര വലിയ മാവട്ടും? അതിന് മാത്രം നടവരൊന്നുമില്ലല്ലോ. കള്ളന്മാർക്ക് ഇപ്പൊ എളുപ്പമായിരിക്കും. എന്റെ സുരേ, അങ്ങോട്ട് മാറുക. ശരി ശരി. ആ പുഷ്പാഞ്ജലിയുടെ പ്രസാദമായിട്ട് വാ. ശരി. എന്റെ സുരേ. സുരയല്ല, സജ്ജി. കള്ളന്മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ വാവട്ടത്തിന്റെ കാര്യം സീസണായി കഴിഞ്ഞാൽ ആന്ധ്രയെന്നൊക്കെയാണ് അയ്യപ്പന്മാർ ഇവിടേക്ക് വരണേ. അവരാണെങ്കിൽ ഈ വലുപ്പുള്ള മാലയാണ് ഊരിയിട്ട് ഭണ്ണാരത്തിലേക്ക് അങ്ങോട്ട് ഇടണേ. സാമ്പത്തികമായിട്ട് നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ. ദേവി കാത്തോണേ. അതിലൊക്കെ എന്ത് കാര്യം എൻ്റെ രാമേട്ട? മരിച്ച തല തെക്കോ വടക്കോ? അതെ, ഇവിടുന്ന് ആരൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. ഡാ കൊച്ചുണ്ണി, ഇവനെന്താ പറ്റിയതാ? മേടിക്കാൻ വിട്ടവൻ അടിച്ചു തീർത്ത്. എന്നിട്ട് നീ ചിരിച്ചോണ്ടിരിക്കോണ്ട് ഇനി ആകെ ഇതേ ഉള്ളൂ. അയ്യോ എടാ സാറ് 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 മോനെ ടിറ്റോ. ഓ എന്താ കോപ്പറം നിക്കുന്ന ഇരിക്ക്. മോനെ ടിറ്റോ,
സത്യം പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടാം. ഇതെൻ്റെ വാക്കാ. പറ, നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരെയും പേര് പറഞ്ഞോ? പറയടാ മോനെ. ടിറ്റോ, സത്യം പറഞ്ഞില്ലെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. പറഞ്ഞോ? പറയടാ, ആരൊക്കെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഓണത്തിന് ഷർട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കോപ്പറെ. പക്ഷെ ഞാൻ ആർക്കും കൊടുത്തില്ല, ഒറ്റയ്ക്ക് അടിച്ചു. മാഷെ, എനിക്കറിയാം മാഷെ, നമുക്കെല്ലാ മൂത്തപ്പന്മാരെയും പൊക്കാം. മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? എന്തിനാണ് സാർ പോലീസ്? എടാ, സ്കൂള് പരിസരത്ത് കയറി കള്ളും കുടിച്ചും പോരാ ഞങ്ങളെ മണ്ടന്മാരാക്കുന്നു. അതെ സാറേ, ഞാനില്ല, എനിക്ക് ഹറാമാണ്. എനിക്കും. ഹറാമാ? എന്നാ ക്ഷമിക്കേ, ഹറാമുള്ളവരൊക്കെ പോകും. നിങ്ങളോ? പറഞ്ഞോ, ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സാർ. അല്ല, ഇവൻ എന്താ ചെയ്യണ്ട മാഷേ? ഒന്നും ആലോചിക്കാനില്ല, ഡിസ്മിസിൽ അടിച്ചു കൊടുത്തേക്കാം. അല്ല മാഷേ, ഇപ്പോൾ ഇവനെ മാത്രം പുറത്തേക്കിട്ട് എന്താ കാര്യം? നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല. അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം. ഇപ്പൊ വിട്ടേക്കാം. ഒന്നും എടുത്തോണ്ട് പോടാ. ഈ പഞ്ചായത്തിലെ ഇവർക്കുണ്ടല്ലോ, സർക്കാരിന്റെ സഹായം കിട്ടും. അവർക്ക് മാസം 5 രൂപയ്ക്കോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പറ്റും എന്ന് കരുതി നീ എൻ്റെ അടുക്ക ഫ്രീ ചോദിച്ചു വന്നാണ്ടല്ലോ, ഞാൻ എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ, ഞാൻ കത്തിക്കോളാം പച്ചക്ക്. സർക്കാർ ഗ്രാൻഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വായനശാല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം. ഇപ്പോഴത്തെ യുവതലമുറ വളരെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ വിശ്വസാഹിത്യ കൃതികളൊക്കെ വേണ്ടി വരും. അതൊക്കെ നമുക്ക് കരുതണം. അങ്ങനെ ഈ വായനശാല അപ്ഡേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ 20 രൂപ മാസവരി വാങ്ങുന്നത്. അല്ല ഏട്ടാ, 20 രൂപ ഇത്തിരി കൂടുതലല്ലേ? സീഡിക്ക് വരെ 10 രൂപയേ ഉള്ളൂ. 3 കിലോമീറ്റർ സൈക്കിൾ ഓട്ടാൻ പറ്റാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. എന്നാ നീ പോലെ കുളിസിനും കാണണ്ട, അതാകുമ്പോ വാടക കൊടുക്കണ്ടല്ലോ. പിന്നെ നീ കുളിസിയും കാണുമ്പോ ഏതൊക്കെ തെങ്ങ പിടിച്ചു നോണം. ഇല്ലല്ലേ, ചിലതൊന്നും നീ താങ്ങുകയല്ല. പിന്നെ എന്റേതായ ഒരു ഉപദേശം തരാം, തല്ലി മേടിക്കാൻ നോക്കണം. നീ CD കാസറ്റ് ഇട്ട് കാണുന്ന പോലെയല്ല ഇത്. ഇത് നിന്റെ ഈ ഭാവന അങ്ങോട്ട് ഉണരും. നീ ഒരു പുതിയ ലോകത്തിലേക്ക്, ഒരു വലിയ നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ലോകം. നിന്റെ ആ കുണ്ടലിനെയൊക്കെ അങ്ങോട്ട് ഉണരും. പിന്നെ ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനമല്ലേ, ഒരു സെക്സ് എഡ്യൂക്കേഷൻ. സത്യം. സേവനം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും. ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നീ അങ്ങനെ ഉണ്ടാകണ്ട കേട്ടോ. രജിസ്ട്രേഷൻ ഫീ ആയി ഒരു 30 രൂപ കൂടെ വേണം. മനസ്സിലായല്ലോ? 30 രൂപയോ? പോയിട്ട് 50 രൂപയായിട്ട് വന്നോളൂ. അപ്പൊ തന്നെ മെമ്പർഷിപ്പ് തന്ന് പുസ്തകം തന്നേക്കാം. ഏത് പുസ്തകം എന്നാ പറഞ്ഞേ? ആദ്യത്തിന് ആദ്യം മറ്റു ചിലരും. അതുണ്ട്. അപ്പോ ഈ പ്രേമോന്നൊക്കെ പറഞ്ഞ കുറച്ച് ചെലവുള്ള പരിപാടിയാണ്. ചെലവാണ്. എങ്ങനെ ഉണ്ടാക്കി 20 രൂപ അടിച്ചു മാറ്റാൻ പറ്റോ? അതിനമ്മ കാശ് വെക്കണ സ്ഥലം എനിക്കറിയില്ലടാ. എന്തൊക്കെ ഇഴങ്ങാനാടാ നീ, ഇതൊക്കെ നോക്കി വെക്കണ്ടേ?